സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ജമാഅത്തെ ഇസ്ലാമി താളിയംകുണ്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കുന്ന് മേഖലയിൽ ഇഫ്താർ സംഗമവും റമദാൻ ബോധവൽക്കരണ ക്ലാസും നടത്തി. SIO ജില്ലാ കമ്മിറ്റി അംഗവും ശാന്തപുരം അൽജാമിയ കോളേജ് വിദ്യാർത്ഥിയുമായ അലി നഷീദ് റമദാൻ സന്ദേശം നൽകി. കാരണം അവർ ഈ ആധിപത്യത്തിന്റെ ഈ മുഴുവൻ സമ്പത്തിന്റെയും ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിന് സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ സമർപ്പിക്കാത്തിടത്തോളം കാലം അവർക്കൊന്നും അതിൽ ആത്മശാന്തി കണ്ടെത്തുവാൻ കഴിയുകയില്ല. കാരണം അതിന്റെയൊക്കെയും സൃഷ്ടാവ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് അത്തരത്തിലൊരു ആത്മശാന്തി, ഒരു സാൽവേഷൻ, ഒരു വിമോചനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പൊ ഇസ്സത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ അത് ഏകനും പരമാധികാരിയുമായ അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. സൃഷ്ടാവും ഉടമസ്ഥനും പ്രാപഞ്ചിക വ്യവസ്ഥയിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമുക്ക് ഒട്ടും പ്രതാപമോ അഭിമാനമോ കൽപ്പിക്കാൻ കഴിയുകയില്ല. ആർക്കാണ് പ്രതാപം ഉണ്ടാവുക എന്നതിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നത്, ഖുലില്ലാഹുമ്മ മാലികുൽ മുൽക്കി തുഅതി അൽ മുൽക്കു മൻ തശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക്കു മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം എടുത്തു കളയുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യരാക്കുകയും ചെയ്യും. ബിയദിക്കൽ ഖൈർ. അല്ലാഹുവിന്റെ അടുക്കലാണ് എല്ലാത്തിന്റെയും ഖൈർ കിടക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ വളരെ താഴ്ന്ന ജീവിതാവസ്ഥയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വലിയ സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്റെ ഈ വീടും പണവും സമ്പത്തും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ കരുണാകടാക്ഷമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മളില്ലെങ്കിൽ നമുക്ക് യാതൊന്നും സമ്പാദിക്കുവാൻ കഴിയുകയില്ല. യൂണിറ്റ് പ്രസിഡന്റ് കൊടക്കാടൻ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ AP അബ്ദുൽ ഹമീദ്, P ഇസ്തിഖാറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇഫ്താർ സംഗമത്തിന് കുന്നത്ത് ഷറഫുദ്ദീൻ, P മുരളീധരൻ, മാട്ടപ്പാടൻ ഉണ്ണികൃഷ്ണൻ, AP മൊയ്തു, M സഹിയ എന്നിവർ നേതൃത്വം നൽകി. സംഗമത്തിൽ 120 പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പോരൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.